ഹലോ എവ്രിവൺ, വെൽക്കം ടു റോഷ്നാസ് വൈബ്സ്. എൻ്റെ പേര് റോഷ്ന. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ട്രാവൽ വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ അതേ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഞാൻ കാനഡയിലോട്ട് പോവാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് എടുത്ത വീഡിയോ ആണ്. വീട് ലോക്ക് ചെയ്തു, പുറത്തിറങ്ങിയിട്ട് വീടിൻ്റെ ഒരു വീഡിയോ എടുത്ത് എനിക്ക് ഭയങ്കര കരച്ചിൽ വന്ന് കൺട്രോൾ ചെയ്തു. എൻ്റെ ട്രോളി 1 2 3 4 5 ട്രോളി. ഇതല്ല, ഇത് വേറെയാണ്. ഇത്രയും ട്രോളിയാണ് ട്രോളി. ഇത് എൻ്റെ ക്യാബിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഫ്ലൈറ്റിനകത്ത്. ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തു. പിന്നെ ഈ ഒരു ബാഗ്, ബാക്കിയെല്ലാം അമ്മയും അച്ഛൻ്റെയും സാധനം. അപ്പം ഞാൻ ട്രെയിൻ കയറി അങ്കമാലിയിലോട്ട് പോവാണ്. അപ്പോൾ ഏതാണ്ട് എത്താറായപ്പോൾ ഞാനിങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ട്രോളിയൊക്കെ ഇങ്ങനെ ഡോറിൻ്റെ അടുത്ത് എടുത്ത് വെച്ചാണ് കേട്ടോ. കുറേ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്കമാലിയിൽ ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയാണിപ്പോൾ സിൽവർ സ്റ്റോൺ ഇൻ എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര്. അതിൻ്റെ പിക്ചർ ഞാൻ സൈഡിൽ എവിടെയെങ്കിലും ഇട്ടേക്കാം, അതായത് ഫ്രണ്ടിലത്തെ ഒരു പിക്ചർ ഞാൻ സൈഡിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് റൂം. എൻ്റെ ലഗേജ് വെച്ച് വൃത്തികേടായി എന്നല്ലാതെ നല്ല അടിപൊളി റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഒരു രക്ഷയില്ല, നല്ല റൂമാണ്. ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇത്രയും നല്ല വൃത്തിയിലുള്ളൊരു റൂമാണ് ആയിക്ക് നമുക്ക് കിട്ടുക എന്നുള്ളത്. ഇത് അങ്കമാലിയിൽ എന്താ പറയുക, പ്രോപ്പർ അങ്കമാലി തന്നെയാണ്. അപ്പോൾ ഞാൻ അഡ്രസ്സും കാര്യങ്ങളൊക്കെ സൈഡിൽ ഇട്ടേക്കാം. ഫോൺ നമ്പർ ഞാൻ സൈഡിൽ ഇട്ടേക്കാം കേട്ടോ. നിങ്ങൾ പുറത്തുനിന്ന് കണ്ട പോലെ തന്നെ അത്രയും വൃത്തിയാണ്. എല്ലാം നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും അവരിവിടെ വെച്ചിട്ടുണ്ട്. കെറ്റിൽ, ഗ്ലാസ്, ടംബ്ലർ, ഷുഗർ, വാട്ടർ ബോട്ടിലുണ്ട്, എല്ലാം അവർ വെച്ചിട്ടുണ്ട്. ഡൈനിങ് ടേബിളുണ്ട്, നമുക്ക് ഇരുന്ന് കഴിക്കാം. 2 ചെയറുണ്ട്, TV ഉണ്ട്, എല്ലാം നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഒരു ടൈപ്പ് റൂമായിരുന്നു. എല്ലാം നല്ല ഫർണിഷ്ഡ് ആയിട്ടുള്ളൊരു റൂം. കബേർഡ്സൊക്കെ ഉണ്ട്, നല്ലൊരു മിററുണ്ട്, ബ്ലൈൻഡൊക്കെ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി റൂം. ഒരു തീമൊക്കെ ഉള്ള പോലെ എനിക്ക് തോന്നി, വുഡൻ കളറും വൈറ്റും ഒക്കെ ആയിട്ട്. പിന്നെ വാഷ്റൂം ഇതാണ്. ഹോട്ട് വാട്ടർ ഉണ്ട്, കോൾഡ് വാട്ടർ ഉണ്ട്, രണ്ടും ഉണ്ട്. നല്ല അടിപൊളി ഡ്രൈ ആക്കി വെച്ച് നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ടവൽസൊക്കെ അവിടെ തന്നെ ഉണ്ട്. പിന്നെ എന്താ കബേർഡ് ഇങ്ങനെയാണ്, ലൈക്ക് ഒരു നോർമൽ സൈസാണ്. അതായത് നിങ്ങൾക്ക് കാണുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നും, ബട്ട് നോർമൽ ആയിട്ടുള്ള ഒരു റെഗുലർ സൈസാണ്. നല്ല സ്പേഷ്യസ് ആണ്. ഞാൻ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് വാഷ്റൂം വരുന്നത്. പിന്നെ എന്താണ്, ഉറങ്ങാനൊന്നും ശരിക്കും പറഞ്ഞാൽ ബെഡിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് കുറച്ച് സാധനങ്ങൾ നിരത്തി വെക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം ഒരു എന്താ പറയുക, ഹാഫ് ആൻ അവർ ഞാൻ കിടന്നിട്ടുണ്ടാവും. കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് എടുത്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ പോകാനുള്ള സാധനങ്ങൾ ഞാനത് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സും കാര്യങ്ങളും ഷൂസ് കാര്യങ്ങളെല്ലാം ഞാൻ എടുത്ത് കബേർഡിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇട്ടുകൊണ്ട് വന്നതും ഞാൻ അവിടെ നിന്ന് മാത്രം റൂമിൽ നിന്ന് മാത്രം യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ അമ്മയ്ക്ക് കൊടുത്തുവിട്ടു. പിന്നെ എന്താണ്, അമ്മയും അച്ഛനും മേളിലത്തെ റൂമുണ്ട്, അത് അവരുടെ റൂമാണ്. നിങ്ങൾ കാണുന്ന റൂം, സ്ട്രെയിറ്റ് കാണുന്ന അമ്മയുടെ അച്ഛൻ്റെ റൂമാണ്. അപ്പോൾ ഇത് 3rd ഫ്ലോർ വരെ ഉണ്ട്. നല്ല റൂംസ്, എല്ലാം അടിപൊളിയാണ്. അവർക്ക് ലിഫ്റ്റ് ഉണ്ട്. ലഗേജൊക്കെ എടുത്തിട്ട് വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ട്രോളി ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ലിഫ്റ്റ് കയറി വരാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇതൊക്കെയാണ് റൂംസും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി നമുക്ക് എയർപോർട്ടിലെ വിശേഷങ്ങൾ നോക്കാം. ഇതിപ്പം ഫുള്ള് ഫ്രീ ആയിട്ടിരിക്കുകയാണ്. എനിക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു 4.5 hours മുമ്പേ അല്ലെങ്കിൽ 5 hours മുമ്പേയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ക്യൂ നിന്ന് ഒഴിവാകാൻ പറ്റും, നിങ്ങൾ എന്താ പറയുക ചെക്കിനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു എമിറേറ്റ്സിൽ നിന്ന്. എൻ്റെ എമിറേറ്റ്സ് ആണ് ഞാൻ എടുക്കുന്ന എയർലൈൻസ്, എമിറേറ്റ്സ് ആണ്. അപ്പം അവരുടെ ആ ഒരു ഹെൽപ്പ് ഡെസ്കിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ്, റിസപ്ഷനിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം അവിടെ ആരും വന്നിട്ടില്ല. അവർ 5:30, 6 ഒക്കെ ആവുമെന്നാണ് പറഞ്ഞത്. ഞാനിപ്പം എന്താ പറയുക, ഒരു 4:30 ആയപ്പോഴത്തേക്കും ഞാൻ എയർപോർട്ടിൽ എത്തി. ഞാൻ ഫയലും ഡോക്യുമെൻറ്റ്സൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഞാൻ എൻ്റെ എന്താ പറയുക എയർപോർട്ടിൽ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ വെച്ചേക്കുമായിരുന്നു. പിന്നെ ചെക്കിനായി എല്ലാം ആയി. എന്താ പറയുക, ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എനിക്ക് വീഡിയോസ് എല്ലാം എന്താ പറയുക എല്ലാം കവർ ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അത്യാവശ്യമുള്ള എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരും, എന്തായാലും പേടിക്കണ്ട. ഇപ്പോൾ വരുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും എന്തായാലും. അപ്പോൾ ചെക്കിനൊക്കെ ആയി ഞാൻ ബോർഡിംഗ് ഗേറ്റിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാ ഞാൻ ഫ്ലൈറ്റിലേക്ക് കയറി, എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി. അത് ആക്ച്വലി ഞാൻ വിൻഡോ സീറ്റിന് വേണ്ടിയിട്ട് പ്രിഫറൻസ് എന്ന് പറഞ്ഞ, അതായത് സീറ്റിംഗ് പ്രിഫറൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അപ്പം നമുക്ക് വെബ്സൈറ്റിൽ ചെയ്യാവുന്നേ ഉള്ളൂ.
അപ്പോൾ അതിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാശ് കൊടുക്കണം. ഞാൻ 500 സംതിങ് കൊടുത്തു ആ ഒരു സീറ്റിന് വേണ്ടി. ബിക്കോസ് നമ്മൾ തൊട്ടിപ്പുറത്തിരിക്കുന്ന ആരാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പം മിഡിലിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ലൈക്ക് അപ്പുറത്തും ഇപ്പുറത്തും തിരിയാനും അറിയാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ വിൻഡോ സീറ്റ് പ്രിഫർ ചെയ്തതാണ്. കാശ് ഫ്ലൈറ്റ് വന്നിട്ട് കൊച്ചിൻ ടു ദുബായ്, ദുബായ് ടു ടൊറൻറ്റോ അങ്ങനെയാണ്. എനിക്ക് ദുബായിൽ ലേ ഓവർ ഉണ്ട് 15 hours. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 4 hours ഇപ്പം ദുബായിലാണ് എത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫുഡൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് എന്തൊക്കെയാണ് എമിറേറ്റ്സ് തന്നേന്നുള്ളത് നോക്കാം. ഇത് ഒരു വെജിറ്റേറിയൻ മീലാണ്. ഇതിപ്പോൾ മോർണിംഗ് എനിക്ക് കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അതിൽ നമ്മൾ നോർമൽ ഒരു ചെറിയൊരു വാട്ടർ ബോട്ടിലുണ്ട്, പിന്നെ ബട്ടർ, ചീസ്, പിക്കിൾ അതൊക്കെയാണ്. പിന്നെ ഒരു പേസ്ട്രി ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഒരു സാവറി മിക്സ് ഉണ്ടായിരുന്നു. സാവറി മിക്സ് നമുക്ക് ഒന്നില്ലെങ്കിൽ റൈസിൽ മിക്സ് ചെയ്യാം. പിന്നെ ബണ്ണ് ബട്ടറൊക്കെ ഉണ്ട്. പിന്നെ ബേക്ക്ഡ് കാഷ്യൂ നട്ട്സ് ഉണ്ട്. കുറച്ച് മസാലയൊക്കെ ഇട്ട് ഇതായിരുന്നു. പിന്നെ അതാണ് ഞാൻ പറഞ്ഞ പേസ്ട്രി. പിന്നെ ഇത് യോഗട്ടാണ്. നല്ലതായിരുന്നു. നല്ല വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പോമിഗ്രാനൈറ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു യോഗട്ടായിരുന്നു. ഒരു ലസ്സി ടൈപ്പ് അങ്ങനെ. പിന്നെ ഇത് മീൽ ബോക്സാണ്. മീൽ ബോക്സിൽ ഞാൻ വെജിറ്റേറിയൻ ആയിരുന്നു പറഞ്ഞത്. സോ അതൊരു നോർമലായിട്ടുള്ള ഗീ റൈസ് പോലെ ബസ്മതി റൈസിൽ വെച്ചിട്ടുള്ള ഒരു ഗീ റൈസും ഗ്രീൻ പീസും കുറച്ച് എന്തോ വെജിറ്റബിൾ ഫ്രൈസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കട്ട്ലറി സെറ്റാണ്. നമ്മുടെ സ്പൂണ്, ഫോർക്ക്, നൈഫ് ഇതൊക്കെ. ഓക്കെ, സോ നല്ലതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇവരുടെ മൊത്തത്തിലുള്ള സർവീസ് ഇഷ്ടപ്പെട്ടു. ഫുഡാണെങ്കിലും മറ്റുള്ള സർവീസും എല്ലാം നല്ലതാണ്. പിന്നെ ഇതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ കാണുന്നതെല്ലാം ഈ ഒരേ കാഴ്ചകൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക, എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഹോട്ടൽ റൂമിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിലും കൂടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, അവരെ വിളിക്കാം. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടാണ് അവർ വിളിക്കുന്നതൊക്കെ. ഒരു മാസം മുമ്പ് ഞാൻ റൂം ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. റൂമിൻ്റെ ഫെയർ വന്നിട്ട് 1300 ആയിരുന്നു. ഓക്കെ, നോൺ AC റൂമാണ്. ഇപ്പം വിൻ്ററൊക്കെ അല്ലേ, അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ AC ഒന്നും. അപ്പോൾ അതാ ദുബായിലെത്തി. എനിക്ക് ദുബായിൽ ലേ ഓവറാണ് 15 hours. അപ്പോൾ എമിറേറ്റ്സിൻ്റെ എന്താ പറയുക 3x4x3 കോൺഫിഗറേഷൻ ആയിരുന്നു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ. സോ അടിപൊളി ആയിരുന്നു. ഒരു 4 hours കൊണ്ട് ദുബായ് എത്തി. അതാണ് നമ്മുടെ ഫ്ലൈറ്റ് കേട്ടോ. പിന്നെ 15 hours ഒക്കെ ലേ ഓവർ ആയതുകൊണ്ട് തന്നെ എമിറേറ്റ്സ് എനിക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഫുഡ് ആൻഡ് സ്റ്റേ, അതായത് അവർക്ക് റൂമുണ്ട്, ഹോട്ടലുണ്ട്. അപ്പോൾ അവിടത്തേക്ക് പോകണം. നമ്മളിപ്പോൾ വൗച്ചർ കൊച്ചിയിൽ മേടിക്കണം. അതായത് ടെമ്പററി ദുബായ് വിസയും നമുക്ക് വേണം. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഡോക്യുമെൻ്റൊക്കെ എടുത്തിട്ട് ഞാൻ എമിറേറ്റ്സിൻ്റെ ഹോട്ടൽ ഡെസ്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം. അപ്പോൾ അവരുടെ ഹോട്ടൽ ഷട്ടിൽ വന്നിട്ട് കൂട്ടിക്കൊണ്ട് ഈ ഒരു ഹോട്ടലിൽ കൊണ്ടുവന്നു. അത് എൻ്റെ കൂടെ ട്രാവൽ ചെയ്ത വേറെ പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു, അവരും കൂടെ ഉണ്ട്. അങ്ങനെ നമുക്കിവിടെ സ്റ്റേ ചെയ്യാം. അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ്. നല്ല റൂമായിരുന്നു. റൂമിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി, സോറി. സോ ഇതിപ്പോൾ ഞാനിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ലഞ്ചാണ്. ലഞ്ച് 4 o'clock വരെ ഉണ്ടായിരുന്നു. സോ ഓടി വന്ന് ഫുഡ് ഫ്രഷനപ്പായി ഞാൻ ഫുഡൊക്കെ എടുത്ത് വെച്ചു. കുറച്ചാണ് എടുത്തത്. എല്ലാം ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ച് എടുത്തു. സ്വീറ്റ് ആണെങ്കിൽ സ്വീറ്റ് ഉണ്ട്, സ്പൈസി ആയിട്ടുള്ളതാണെങ്കിൽ അതുണ്ട്, നോൺ സ്പൈസി ഫുഡ് എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും എനിക്ക് കിടക്കാനും ഉറങ്ങാനും ഒന്നും പറ്റുന്നില്ല. ഒന്ന് വീട്ടിലൊക്കെ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയൊക്കെ ചെയ്തിട്ട് ഞാൻ ഒന്ന് നടന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. ദുബായ് വന്നിട്ട് എവിടെയും പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. ഒറ്റയ്ക്കായതുകൊണ്ട് എവിടെയും പോയില്ല. ജസ്റ്റ് എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അതാ കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ റൂം. ഒരു 8,000ഓളം റൂംസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ ഫസ്റ്റ് ക്ലാസ്സിനും ബിസിനസ് ക്ലാസ്സിനും ഉള്ള മില്ലേനിയം എയർപോർട്ട് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് റൂംസ് ഉണ്ട്. എൻ്റെ ഹോട്ടലിൽ തന്നെ 8,000ഓളം റൂംസ് ഉണ്ട് കേട്ടോ. അതിനേക്കാൾ കൂടുതലുണ്ട്. പ്ലസ് സ്പാ, സ്വിമ്മിംഗ് പൂൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ, ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. എൻ്റെ ഹോട്ടലിൽ എക്കണോമി ക്ലാസ്സിലുള്ള ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. അതാണ് ഹോട്ടൽ. ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പോയി ലെഫ്റ്റിലേക്ക് കയറുകയാണെങ്കിൽ അതിൻ്റെ എൻട്രൻസ് വരും. നല്ല രസമായിരുന്നു കാണാൻ. ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. ദുബായിൽ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. കുറേ ദൂരെ നിന്ന് ഞാൻ ബുർജ് ഖലീഫ് കണ്ടു. ഒരു ബിൽഡിങ് അത്രയും വലുതാണല്ലോ, അപ്പം ചെറിയൊരു പാട്ട് ഞാൻ കണ്ടു. പിന്നെ ഇങ്ങനെ അടിപൊളി കുറേ കാർസൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതായിരുന്നു. അങ്ങനെ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ച് നല്ല സൗണ്ടായിരുന്നു കേട്ടോ. മാസായിരുന്നു.
പിന്നെ ഇത് ഹോട്ടലിനകത്ത് ഞാൻ വന്നതാണ് നടന്നിട്ടൊക്കെ ക്ഷീണിച്ചപ്പോൾ. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസപ്ഷനിൽ കുറച്ച് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഔത് പെർഫ്യൂംസ് അങ്ങനത്തെയൊക്കെ അവൈലബിൾ ആയിരുന്നു അവിടെ. പിന്നെ ഞാൻ ഡിന്നർ എടുത്തു. ഡിന്നർ എന്താ പറയുക, കുറച്ച് ഇങ്ങനത്തെ എന്താ പറയുക, സ്പാനിഷ്, ഇറ്റാലിയൻ, കൊറിയൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഐറ്റം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ചൊക്കെ എടുത്തു. മെക്സിക്കൻ ഉണ്ടായിരുന്നു, ഭയങ്കര സ്പൈസി ആയിരുന്നു. അപ്പം അത് കുറച്ച് കഴിച്ചു. എല്ലാം കുറച്ച് ടേസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് കുറച്ച് എടുത്തു. പിന്നെ രാത്രി ഒരു 12 മണി ആയപ്പോഴത്തേക്കും ഹോട്ടൽ ഷട്ടിൽ പിന്നെയും വന്നു നമ്മൾ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാൻ, ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലാണ് ഞാനിപ്പം. അപ്പോൾ നമ്മൾ എയർപോർട്ട് എത്താറായി. എയർപോർട്ടിൻ്റെ പാർക്കിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് ഇതേപോലെ ലേ ഓവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ദുബായിക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ദുബായിയുടെ ടെമ്പററി വീസ വേണം. ഇപ്പോൾ US ൻ്റെ ടെമ്പററി വീസ വേണം. അപ്പോൾ മാത്രമേ എക്സിറ്റ് ആവാൻ പറ്റുള്ളൂ. ബിക്കോസ് 15 hours ഒന്നും നമുക്ക് എന്താ പറയുക, ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എയർപോർട്ടിൽ എങ്ങനെ എത്ര നേരം വെച്ചിട്ടായിരിക്കും നമ്മൾ ഫോൺ നോക്കണം, ഫോണ് ചാർജ് തീരും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പവർ ബാങ്കിൻ്റെ ചാർജും തീരും. അവിടെ ഇവിടെയും ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ സ്ലീപ്പിംഗ് പോഡിനൊക്കെ കുറച്ച് ചാർജ് കൂടുതലായിരിക്കും. അപ്പം ഇവിടെ ഓൾറെഡി കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് ഫുഡും സ്റ്റേയും തരുന്നുണ്ട്. ഇത് എന്താ പറയുക 14 ബിസിനസ് ഡേയ്സിന് മുമ്പ്, അതായത് ഫ്ലൈ ചെയ്യുന്നതിൻ്റെ 14 വർക്കിംഗ് ഡേയ്സ് മുമ്പ് നിങ്ങൾ ദുബായ് കണക്ട് എമിറേറ്റ്സിന് മെയിൽ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ടിക്കറ്റ്, പാസ്പോർട്ട് എന്താ പറയുക, പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതൊക്കെ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എമിറേറ്റ്സിന് ഒഫീഷ്യലായിട്ട് നമ്പറുണ്ട്. അവരെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വിളിച്ച് നോക്കാം. എമിറേറ്റ്സിൻ്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. ഓക്കെ, ഞാനൊരു ക്രിസ്മസിൻ്റെ സമയത്താണ് വന്നത്. ലൈക്ക് 19th ഡിസംബറിലാണ് ഞാൻ ടൊറൻറ്റോ എത്തുന്നത്. 18th കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 1 day ഫുള്ള് ലേ ഓവർ ആയിരുന്നു ദുബായിൽ. പിന്നെ ദുബായിൽ നിന്ന് ഏർലി മോർണിംഗ്, അതായത് 19th ഡിസംബർ 3:20 ദുബായ് ടൈമിന്, അതായത് നമ്മുടെ നാട്ടിലെ 5:30 എൻ്റെ നെക്സ്റ്റ് ഫ്ലൈറ്റ് ടു ടൊറൻറ്റോ. അങ്ങനെയായിരുന്നു. 2:45 ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. 3:30 AM ഏർലി മോർണിംഗ് ആണ് കേട്ടോ ഫ്ലൈറ്റ്. വന്നിട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പം ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഒരുപാട് വിശേഷങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല എന്നുള്ളത് അറിയില്ല. കുറേയൊക്കെ തിരക്കായതുകൊണ്ട് എനിക്ക് അത്രയും കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് എന്താ പറയുക, ചെക്കിനൊക്കെ ആയി. ജസ്റ്റ് വാഷ്റൂം പോകാൻ വേണ്ടിയിട്ടുള്ള നിൽക്കുമായിരുന്നു. അപ്പോൾ ചെക്കിനൊക്കെ ആയി. അപ്പം കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് കയറുകയാണ്. ഓക്കെ, ഇവിടെ ഫ്ലൈറ്റിൻ്റെ ഗേറ്റ് നമ്പറും ഒക്കെ നോക്കാൻ വേണ്ടി പറ്റും. എല്ലാ ഫ്ലൈറ്റിനും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഇവിടെ ഇങ്ങനെ എഴുതി വെക്കുകയല്ല, സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, നമ്മുടേത് എമിറേറ്റ്സ് ആണ്. നമ്മൾ ദുബായിൽ എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക് പോകുമ്പോഴത്തേക്ക് അത് എക്സിറ്റ് ആവുകയാണ് ചെയ്യുന്നത് എയർപോർട്ടിൽ നിന്ന്. സോ തിരിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ക്യാബിൻ ട്രോളി, പേഴ്സ്, ഒരു ഹാൻഡ് ബാഗ് എല്ലാം സെക്യൂരിറ്റി ചെക്കിന് പോയിട്ട് മാത്രമേ ബോർഡിങ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഫ്ലൈറ്റിനകത്ത് കയറിയിട്ടോ. ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. എനിക്ക് ഹെൽപ്പിന് ആരുമില്ല. അതുകൊണ്ട് എല്ലാം കവർ ചെയ്യാനൊന്നും എനിക്ക് പറ്റുന്നില്ല. എനിക്ക് പറ്റാവുന്നതൊക്കെ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. കുറച്ച് വർഷമൊക്കെ ആയിട്ട് ഞാനിപ്പോൾ എൻ്റെ സീറ്റിൽ വന്നിരുന്നു. എൻ്റെ ബാഗ് തൽക്കാലം താഴെ വെച്ചിട്ടുണ്ട്. ബ്ലാങ്കറ്റ്, ഫ്രില്ലോ അതൊക്കെ അവർ തരുമല്ലോ. അപ്പം എന്തെങ്കിലും ജാക്കറ്റ് ഒന്നും വെക്കാൻ എനിക്ക് സ്ഥലമില്ല. അപ്പം ജസ്റ്റ് ഞാൻ താഴെ എടുത്ത് വെച്ചിട്ടാണ്. ഇനി നമ്മുടെ ട്രാവൽ 14 hours 20 minutes ആണ്. ഓക്കെ, അതായത് ദുബായ് ടു ടൊറൻറ്റോ. സോ എനിക്ക് ഭാഗ്യത്തിന് വിൻഡോ സീറ്റ് തന്നെ കിട്ടി. നടുക്കോ മറ്റോ കിട്ടുമായിരുന്നെങ്കിൽ, അയൽ സീറ്റാണെങ്കിൽ കുഴപ്പമില്ല. മിഡിലായിരുന്നെങ്കിൽ പാടുപെട്ട് പോയേനെ. ഞാൻ 15 hours അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാതെ ചെരിയാതെ തൊടാതെ ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കേണ്ടി വന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ എന്താ പറയുക, ഫുഡ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഒരു 1 hourൻ്റെ ഉള്ളിൽ തന്നെ ഫുഡ് കൊണ്ടുവന്നു. ഇത് ഓട്സിൻ്റെ കുക്കീസാണ്. ഇതും ബിസ്ക്കറ്റ്, പിന്നെ ചീസ്, ബട്ടർ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇത് ബട്ടറാണ്. പിന്നെ ഇതാണ് നമ്മുടെ വെറ്റ് വൈപ്സ് ആണ് അത് കേട്ടോ. പിന്നെ അത് സ്ട്രോബെറിയുടെ ഒരു ഇതാണ്. അതൊരു ക്രീം പോലെ നമുക്ക് ക്രൂസാനിൽ വെച്ചിട്ട് കഴിക്കാം. പിന്നെ ഇത് എന്തായിരുന്നു, മറന്നുപോയി. ഒരു ഊത്തപ്പം പോലത്തെ ഒരു സാധനം കേട്ടോ. അത് ഏർലി മോർണിംഗ് ആണല്ലോ. സോ അതും ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതൊക്കെ കഴിച്ചു. വയറൊക്കെ നിറഞ്ഞു. പിന്നെ കുറച്ച് നേരം
മൂവി കാണാമെന്ന് വെച്ചു. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ ആ മൂവി ഉണ്ടല്ലോ, അത് ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ അടുത്ത മീൽ വന്നിരിക്കുന്നത്. ഇത് ലഞ്ചാണ്. ലഞ്ചിനും ഇതേപോലെ എന്താ പറയുക, കുറച്ച് കുക്കീസ്, ബൺ, ബട്ടർ ചെഡാർ, പിന്നെ എന്താ പറയുക യോഗട്ട്, വെള്ളം, വെറ്റ് വൈപ്സ്, കട്ട്ലറി, പിന്നെ ഇതേപോലെ സാലഡ് ഉണ്ടായിരുന്നു, വെജിറ്റബിൾ സാലഡ്, പിന്നെ സ്വീറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. എനിക്ക് മൊത്തത്തിൽ അവരുടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കോഫി, റിഫ്രഷ്മെൻറ്റ്സ് എല്ലാം കൊണ്ടുവരുമായിരുന്നു. ഓക്കെ, അപ്പോൾ സൺറൈസൊക്കെ കണ്ടോ. നമ്മൾ ട്രിവാൻഡ്രം എത്താനായി. ഇനി ഒരു 16 മിനിറ്റ്സേ ഉള്ളൂ. അതിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് കേട്ടോ, നേവി ബ്ലൂ കളർ എമിറേറ്റ്സ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ മുമ്പേ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റാണിത്. അപ്പം എൻ്റെ ക്യാമറ ഉള്ളത് കാരണം നമുക്ക് കാണാൻ പറ്റും ഫ്രണ്ട്, ടോപ്പ്, സൈഡ് ഒക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ഥലമെത്തി, ഇറങ്ങി. ഇമിഗ്രേഷന് 7 hours ആണ് കേട്ടോ ഞാൻ നിന്നത്. അയ്യോ, ഒന്നും പറയാനില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ട്രോളിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ട്രോളിയൊക്കെ എടുത്തു. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ട്രോളി അവിടെ ആരോ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, റാപ്പ് ചെയ്തത് കാരണം എനിക്ക് പേര് എഴുതാൻ പറ്റി. അങ്ങനെ എല്ലാം കൂടെ കാർട്ടിനകത്തിട്ട് എൻ്റെ ക്യാബ് അറേഞ്ച് നേരത്തെ ചെയ്തത് കൊണ്ട് ക്യാബ് ഡ്രൈവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. എയർപോർട്ടിൻ്റെ പുറത്തേക്ക് പോവുകയാണ് ഇനി. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ ടൊറൻഡോ പിയേഴ്സൺ ഇന്റർനാഷണൽ എയർപോർട്ട്. എനിക്ക് ഒത്തിരി ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഒറ്റയ്ക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും തള്ളിക്കൊണ്ട് വന്നത്. എല്ലാം നല്ല വെയിറ്റുള്ള ട്രോളിയാണ്. അത് ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ചു കാട്ടിൽ. എന്നിട്ട് എൻ്റെ ഡ്രൈവർ വന്നിട്ട് ഓരോന്നോരോന്ന് ഉള്ളിലേക്ക് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിശന്ന് കരിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ഫുഡ് കഴിക്കണം, എനിക്ക് ഭയങ്കര ടയേർഡാണെന്ന് പറഞ്ഞപ്പം കേരള റെസ്റ്റോറൻറ്റിൽ നിർത്തി. അങ്ങനെ കേരള കറി ഹൗസ് എന്ന് പറഞ്ഞിട്ട്, കേരള കറി ഹൗസ് എന്ന് തന്നെയല്ലേ പേര്? അത് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ കയറി നല്ല കുറച്ച് വെള്ളയപ്പം കറിയൊക്കെ കഴിച്ച് നല്ല മസാല ചായയൊക്കെ കുടിച്ചു. അവിടെ നിന്ന് ഇറങ്ങി നേരെ റൂമിലോട്ട് പോവാണ്. ഇനി ട്രോളി വെച്ചിട്ട് വേണം ഇനി വാൾമാർട്ടിലൊക്കെ പോയി ബെഡ് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. ഈ ട്രോളി വെച്ച ഉടനെ അതേ ക്യാബിൽ തന്നെ നമ്മൾ പോവും. അല്ലാതെ വേറെ ക്യാബ് വിളിക്കാൻ എനിക്ക് സമയമില്ല. അപ്പോൾ ഇതാണ് വാൾമാർട്ട് കേട്ടോ. വാൾമാർട്ടിന് കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ കണ്ടു ആദ്യമായിട്ട്. അങ്ങനെ ഇനി നമുക്ക് അകത്തേക്ക് പോയി കുറച്ച് ചെറിയ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മേടിക്കാം. അതായത് എനിക്ക് കുറച്ച് എന്താ പറയുക, അതായത് വീട്ടിൽ റൂമിലോട്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾ വേണമായിരുന്നു. ഞാൻ ബെഡ് വാങ്ങിച്ചു. ഇതാണ് ബെഡ് ഇങ്ങനെ റോൾ ചെയ്ത് നല്ല വാക്യൂം ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ ഉണ്ടാവുക. നമ്മളെ നാട്ടിലെ പോലെ ഇങ്ങനെ നേരെ തന്നെയല്ല ഉണ്ടാവുക. നന്നായിട്ട് കംപ്രസ് ചെയ്ത് സ്റ്റോറേജ് ബാഗിനകത്ത് വാക്യൂം ചെയ്തിട്ട് വെച്ചേക്കും. പിന്നെ 2 പില്ലോ എടുത്തു. പിന്നെ പില്ലോ കേസ്, കംഫർട്ടർ, ബെഡ്ഷീറ്റ്സ് അതെല്ലാം കൂടി ഒരു സെറ്റായിട്ട് അത് വാങ്ങിച്ചു. പിന്നെ ചപ്പൽ വാങ്ങിച്ചു. അപ്പോൾ ഇത്രയും അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് പോകാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ട്രാവൽ ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ വരാൻ എന്താ പറയുക, റെഡി ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു വീഡിയോ എന്താ പറയുക ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എനിക്കെല്ലാം കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കവർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എനിക്ക് എടുത്തു തരാനോ ആരുമില്ലായിരുന്നു. എങ്ങനെയൊക്കെയോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പം ഇൻഫർമേഷനൊക്കെ അത്യാവശ്യം നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി കാനഡയിലെ മറ്റുള്ള വിശേഷങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ പുതിയ വിശേഷങ്ങളായിട്ട് വരാം. ഇത്രയേ ഉള്ളൂ. ഞാൻ വാൾമാർട്ടിൽ നേരെ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഓക്കെ, വീട്, സ്ഥലം അതൊന്നും എന്താ പറയുക ഞാൻ വീഡിയോയിൽ പറയുന്നില്ല. അവിടുത്തെ ഓണറിനോട് ഞാൻ ചോദിച്ചപ്പം അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ റൂമൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ പറയുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.